ഹലോ ഗൈസ്, ഞാനിന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ ബേബിക്ക് ഞാൻ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഒരു കുഞ്ഞു ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ വാപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ബേബി ഫുഡ് ഉണ്ടാക്കുന്ന ഐറ്റംസ് വെച്ചാൽ മോറീസ് പഴം, പാല്, പിന്നെ കൊച്ചേലയ്ക്ക, ബൂസ്റ്റ്, കൽക്കണ്ട്, പിന്നെ കുറച്ച് കപ്പലണ്ടി. അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഇന്ന് ബേബി ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിനി ഈ കൽക്കണ്ടും കപ്പലണ്ടിയും ഈ ഏലക്കയുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏലക്ക ഇടുകയാണ്. ഏലക്ക ഇട് പിന്നെ നമ്മൾ കപ്പലണ്ടി, കൽക്കണ്ട് ഇങ്ങോട്ടിടുകയാണ് നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. കുഞ്ഞു ബേബിക്ക് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് തരിയില്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നതിനെ. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും ആയിട്ട് ഒരുമിച്ച് പൊടിച്ച് നല്ല ഫൈനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിപ്സിന് അരിയും പോലെ നമ്മളെ മോറീസ് പഴത്തെ അരിയാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കുഞ്ഞു ബേബിക്ക് 2 പഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ വേറെ 2 കുഞ്ഞുങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് നമ്മളൊരു 5 പഴം എടുക്കുകയാണ്. നമ്മൾ ഫ്രൈ പാൻ അടുപ്പി വെച്ചിരിക്കുകയാണ്. ഫ്രൈ പാൻ നല്ല ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് വീഴ്ത്താം. പാൻ ചൂടായപ്പോൾ നമ്മുടെ ശകലം നെയ്യ് നമ്മൾ ഒഴിക്കുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പഴം നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. നമുക്ക് ഈ പഴത്തിനെ ഉടച്ചെടുക്കാൻ പാകത്തിന് നമ്മൾ നല്ല രീതിയിൽ അതിനെ ആ നെയ്യിലിട്ട് നല്ല വഴറ്റി റെഡിയാക്കി എടുക്കുകയാണ്. നല്ല രീതിയിൽ വേവണം, എന്തായാലും നമുക്കത് ഉടച്ചെടുക്കാൻ കഴിയുള്ളൂ നെയ്യിലിട്ട്. നമ്മൾ ശകലം നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ നെയ്യും പഴമൊക്കെ നല്ലൊന്ന് മുരിഞ്ഞ് വരുന്നതിൻ്റെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിന് നമ്മൾ അതിൽ വെച്ച് തന്നെ ഉടച്ചെടുക്കുകയാണ്. ഇതുപോലത്തെ ഒരു കൊച്ചു സ്പൂൺ വെച്ച് നമ്മളങ്ങനെ ഉടച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബേബി ഫുഡിനേക്കാളും നമുക്ക് നാച്ചുറലായി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ബേബി ഫുഡാണ് നമ്മളിപ്പോൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലിപ്പോൾ ബദാമില്ലാത്തത് കാരണത്താലാണ് നമ്മൾ കപ്പലണ്ടി ചേർത്തത്, കപ്പലണ്ടി പൊടിച്ചെടുത്തത് നമ്മൾ അതിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ അടുത്ത് ബദാമോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് ചേർക്കാൻ പോണത് ശകലം ബൂസ്റ്റാണ് നമ്മളിനി അടുത്ത് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഈ പഴത്തിൽ ഒരു 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് നമ്മളത് ചേർക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ലൊരു ചോക്ലേറ്റ് ഉണ്ടാക്കണം. അതൊരു ബൂസ്റ്റും പഴവും നെയ്യും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു മണം അങ്ങനെ വരും. നമ്മളിതെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച
കപ്പലണ്ടിയും കൽക്കണ്ടും ഏലക്കയും കൂടെ ചേർന്ന പൊടിയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ല രീതിയിൽ യോജിപ്പിക്കുക. ആ പൊടിയൊക്കെ ഒന്ന് ശരിയാവുന്ന രീതിയിൽ. ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മൾ ഇത്തിരി പാലൊഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ പുറത്തൂടെ നല്ല രീതിയിൽ അതിനെ യോജിപ്പിച്ച് നല്ല രീതിയിൽ യോജിപ്പിക്കുക. ആവശ്യത്തിന് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നോ അതനുസരിച്ചുള്ള പാല് നമ്മൾ എടുത്ത് നല്ല രീതിയിൽ യോജിപ്പിക്കുക. നല്ല പഴമൊക്കെ നല്ല രീതിയിൽ ഉടച്ച് നല്ല രീതിയിൽ യോജിപ്പിക്കുകയാണ്. വലിയവർക്കിത് കഴിക്കുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എന്തൊക്കെ ഇഷ്ടമാണോ, നട്ട്സൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ നട്ട്സൊക്കെ എല്ലാം ഇട്ട് നല്ല രീതിയിൽ കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് കൊച്ചു ബേബിക്കായത് കൊണ്ടാണ് നമ്മളിതെല്ലാം ഇൻഗ്രീഡിയൻസൊക്കെ പൊടിച്ച് അങ്ങനെ ചേർത്ത് അങ്ങനെ ഉടച്ചെടുത്തത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വലിയവർക്ക് കഴിക്കാനുള്ള രീതിക്കുള്ളത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നല്ലൊരു പായസത്തിൻ്റെ കുറുക്ക് മാതിരി ആയിട്ടുണ്ട്. നമുക്കിനി ചെറിയ കുറച്ച് ഒരു നെയ്യ് കൂടെ ഒന്ന് ചുറ്റി ഒഴിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് നെയ്യ് ഇത്തിരി കൂടുതലായിട്ട് കുറച്ച് ഒഴിച്ചെടുത്തത്. പിന്നെ ബാക്കി നമ്മൾ ഒരു പാക്കറ്റ് ബൂസ്റ്റ് കൂടെ നമ്മൾ മീതെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചുറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചോക്ലേറ്റിൻ്റെ ഒരു നല്ലൊരു ഇതായിട്ട് നല്ലൊരു മണമൊക്കെ വരാനായിട്ടും നല്ല ടേസ്റ്റായിരിക്കും. നല്ലൊരു ഹെൽത്തി ഫുഡാണ് കുഞ്ഞുവാവയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു കേരളത്തിൽ നമുക്ക് അടിപൊളി നാച്ചുറലായിട്ടുള്ളൊരു ഫുഡ് നമുക്ക് ബേബിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി ബേബി ഫുഡാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് വാങ്ങിച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുവാവകളുള്ളവരും ഇല്ലാത്തവരായിരുന്നാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ചോക്ലേറ്റ് പായസം പോലെ ഇരിക്കും. ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് അതിലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.